എല്ലാ എക്യൂബ് ടിവി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിനെതിരെ അമേരിക്ക നടത്തിവരുന്ന സൈനിക നടപടികൾക്ക് കൂട്ടാളികൾ പൂർണ്ണ പിന്തുണ നൽകാത്ത സാഹചര്യത്തിൽ നാറ്റോ സഖ്യത്തിൽ നിന്ന് അമേരിക്ക പിന്മാറാനുള്ള സാധ്യത ഗൗരവമായി പരിഗണിക്കുന്നതായി നാറ്റോയെ കാകിതപ്പുലി എന്ന് വിമർശിച്ച അദ്ദേഹം ആ സുരക്ഷാ കരാറിന്റെ വിശ്വാസ്യതയെക്കുറിച്ച് ഏറെക്കാലമായി സംശയം നിലനിൽക്കുന്നുവെന്നും വ്യക്തമാക്കി. അതേസമയം അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന ഇറാനുമായി ബന്ധപ്പെട്ട യുദ്ധം ഇനി 2 മുതൽ 3 ആഴ്ചകൾക്കുള്ളിൽ അവസാനിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സമാധാന കരാർ ഇല്ലാതെയും യുദ്ധം അവസാനിപ്പിക്കാമെന്ന നിലപാടും അദ്ദേഹം മുന്നോട്ടുവച്ചു. ഇതിനിടെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് മിഡിൽ ഈസ്റ്റ് സംഘർഷം മൂലം ആഗോള സാമ്പത്തിക ആഘാതങ്ങൾ ഇനിയും ചില മാസങ്ങൾ തുടരുമെന്ന് മുന്നറിയിപ്പ് നൽകി. ജനങ്ങളുടെ ജീവിതഭാരം കുറയ്ക്കുന്നതിനായി പൊതുഗതാഗതം കൂടുതൽ ഉപയോഗിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ സംഘർഷം ശക്തമാകുകയാണ്. ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് പല സ്ഥലങ്ങളിലും തീപിടുത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യുഎയിലെ ഫുജൈറ പ്രദേശത്ത് ഒരു വിദേശ പൗരൻ മരിച്ചതായും കുവൈത്ത്, ബഹ്റൈൻ എന്നിവിടങ്ങളിലും തീപിടുത്തങ്ങൾ ഉണ്ടായതായും വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. ഇതിനിടെ ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദ് നഗരത്തിൽ അമേരിക്കൻ സ്വതന്ത്ര പത്രപ്രവർത്തകനെ പകൽ സമയത്ത് തട്ടിക്കൊണ്ടുപോയ സംഭവവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ സുരക്ഷിതമായി കണ്ടെത്താൻ സുരക്ഷാ ഏജൻസികൾ ശക്തമായ തിരച്ചിൽ തുടരുകയാണ്. കൂടാതെ കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തെ ലക്ഷ്യമാക്കി ഡ്രോൺ ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിൽ ഇന്ധന സംഭരണ ടാങ്കുകളിൽ തീപിടിച്ച് വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇവയെല്ലാം മിഡിൽ ഈസ്റ്റ് മേഖലയിലെ നിലവിലുള്ള സംഘർഷാവസ്ഥയെ കൂടുതൽ രൂക്ഷമാക്കിയിട്ടുണ്ട്. കുവൈത്ത് സിവിൽ വ്യോമയാന വകുപ്പ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഡ്രോൺ ആക്രമണം നടന്നതായി അറിയിച്ചിട്ടുണ്ട്. ഈ ആക്രമണത്തിന് ഇറാനും അതിനെ പിന്തുണക്കുന്ന ആയുധസംഘങ്ങളും കാരണമായിരിക്കാമെന്ന് അധികാരികൾ വ്യക്തമാക്കി. അമേരിക്കയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായി ഒരു പ്രധാന വിവരം പുറത്തുവന്നിട്ടുണ്ട്. ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകൾ ജോലി വിസ ലോട്ടറിയിൽ രജിസ്റ്റർ ചെയ്യുമ്പോഴും പരിമിതമായ വിസകൾ മാത്രമാണ് ലഭിക്കുന്നത്. ലോട്ടറിയിൽ തിരഞ്ഞെടുക്കപ്പെടാത്തവർക്കും നേരിട്ടുള്ള തൊഴിൽ അവസരങ്ങളിലൂടെ അമേരിക്കയിൽ ജോലി നേടാൻ കഴിയുമെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു. ഇതിനിടെ ഐക്യ അറബ് എമിറേറ്റ്സ് സർക്കാർ സുരക്ഷാ കാരണങ്ങളാൽ ഇറാൻ പൗരന്മാരുടെ പ്രവേശനത്തിനും യാത്രയ്ക്കും താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധസംഘർഷം തുടരുന്ന സാഹചര്യത്തിലും ഇറാഖിൽ കായികരംഗത്ത് സന്തോഷവാർത്തയാണ്. ആ രാജ്യത്തിന്റെ ഫുട്ബോൾ ടീം ബൊളീവിയയെ 2-1 എന്ന ഗോൾ നിലയിൽ തോൽപ്പിച്ച് ലോകകപ്പ് മത്സരത്തിന് യോഗ്യത നേടി. മറ്റൊരു പ്രധാന അറിയിപ്പായി ഇറാൻ ദേശീയ സുരക്ഷാ സംവിധാനത്തിന്റെ തലവൻ പുതിയ നിയമങ്ങൾ പാലിക്കാത്ത കപ്പലുകൾക്ക് ഹോർമുസ് കടൽപ്പാത ഉപയോഗിക്കാൻ അനുമതി നൽകില്ലെന്ന് മുന്നറിയിപ്പ് നൽകി. ദീർഘകാലമായി തുടരുന്ന വ്യാപാര രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സാങ്കേതിക മേഖലയിലും ശ്രദ്ധേയമായ പുരോഗതികൾ ഉണ്ടാകുന്നു. ചൈനയിലെ മുൻനിര ഓൺലൈൻ വിനോദ സ്ഥാപനം കഴിഞ്ഞ വർഷം നിരവധി പുതിയ കണ്ടുപിടുത്ത അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതിൽ പലതും കൃത്രിമ ബുദ്ധി അടിസ്ഥാനമാക്കിയ ഉള്ളടക്ക നിർമ്മാണ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടവയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ വൈദ്യുത വാഹനങ്ങൾക്ക് വേണ്ടിയുള്ള ബാറ്ററി സാങ്കേതിക വിദ്യയിൽ പുതിയ മുന്നേറ്റവും ഉണ്ടായിട്ടുണ്ട്. കാർബൺ അടിസ്ഥാനമാക്കിയ പുതിയ കണ്ടുപിടുത്തം ഉപയോഗിച്ച് ബാറ്ററിയുടെ ആയുസ് ഏകദേശം 30% വരെ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് ഒരു പ്രമുഖ ഊർജ്ജ സ്ഥാപനത്തിന്റെ മേധാവി അറിയിച്ചു. മിനാര വാഹന മേഖലയിലെ പ്രധാന മുന്നേറ്റം ശ്രദ്ധേയമാകുന്നു. പുതിയ കൃത്രിമ ഗ്രാഫൈറ്റ് വസ്തു ബാറ്ററിയുടെ അനോഡ് ഭാഗത്ത് ഉപയോഗിക്കാനായി രൂപകൽപ്പന ചെയ്തതാണ്. ഇതിലൂടെ വേഗത്തിലുള്ള ചാർജിംഗ്, ദീർഘദൂര യാത്രയും കൂടുതൽ ആയുസ്സും ലഭിക്കുമെന്ന് അറിയിക്കുന്നു. നിരവധി വാഹന നിർമ്മാതാക്കൾ ഇത് ഇപ്പോൾ പരീക്ഷണ ഘട്ടത്തിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഗുജറാത്തിലെ സുറത്ത് നഗരത്തിലെ ഒരു യുവ എഞ്ചിനീയർ ആപ്പിൾ മാലിന്യങ്ങൾ ഉപയോഗിച്ച് പരിസ്ഥിതി സൗഹൃദമായ ഒരു പുതിയ തരം തോൽ നിർമ്മിച്ച് ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ജ്യൂസ് നിർമ്മാണശാലകളിൽ പാഴാകുന്ന ആപ്പിൾ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഈ വസ്തു മൃഗങ്ങളെ ബാധിക്കാത്ത ഒരു മികച്ച പകരക്കാരനായി കണക്കാക്കപ്പെടുന്നു. പരമ്പരാഗത തോലിനേക്കാൾ കുറഞ്ഞ ചെലവിൽ ലഭിക്കുന്നതും ദീർഘകാലം ഉപയോഗിക്കാനാകുന്നതുമാണ് ഇതിന്റെ പ്രത്യേകത. ചെരുപ്പ്, വസ്ത്രം, അലങ്കാര വസ്തുക്കൾ തുടങ്ങിയ മേഖലകളിൽ ഇത് പുതിയ സാധ്യതകൾ തുറക്കുന്നുവെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇന്ത്യൻ ഓഹരി വിപണി പുതിയ സാമ്പത്തിക വർഷം ഉത്സാഹത്തോടെ ആരംഭിച്ചു. പ്രധാന സൂചികകൾ ഗണ്യമായ ഉയർച്ചയോടെ അവസാനിച്ചതോടെ നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണ്. സാങ്കേതിക മേഖലയിലെ മാറ്റങ്ങളും ശ്രദ്ധ നേടുന്നു. ഒരു വലിയ കമ്പനിയിൽ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുന്ന നടപടികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. കൃത്രിമ ബുദ്ധിയും കമ്പ്യൂട്ടിംഗ് മേഖലയിലും കൂടുതൽ നിക്ഷേപം നടത്തുന്നതിനായാണ് ഈ മാറ്റങ്ങൾ നടത്തിയതെന്ന് അറിയിക്കുന്നു.
ഇതിലൂടെ പുതിയ കഴിവുകൾക്ക് കൂടുതൽ ആവശ്യകത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനിടെ ഇന്ത്യയിൽ പാചകവാതക സിലിണ്ടറുകളുടെ വില വർദ്ധിച്ചിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ സംഘർഷവും ആഗോള സാഹചര്യങ്ങളും ഇതിന് പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ സുരക്ഷാ നില വിലയിരുത്താൻ ഉയർന്നതല യോഗം ചേർന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ സാഹചര്യവും ശക്തമാകുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സുരക്ഷാ വീഴ്ചകളെക്കുറിച്ച് ആശങ്ക ഉയർന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സഖ്യങ്ങൾ, ചിഹ്നങ്ങൾ, തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ എന്നിവയെക്കുറിച്ച് പരസ്പരം വിമർശിച്ചു വരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ സൗജന്യ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകളും കൂടുതൽ സജീവമായി മാറിയിട്ടുണ്ട്. ഇതിനിടെ സ്വർണവും വെള്ളിയും വിലയിൽ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടു രാഷ്ട്രീയ ആവേശം വർദ്ധിച്ചിരിക്കുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണി അധികാരം പിടിക്കുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം ദേശീയ ജനാധിപത്യ സഖ്യം വിവിധ ക്ഷേമ പദ്ധതികളുമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏപ്രിൽ 4 കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കും. വിദ്യാഭ്യാസ രംഗത്ത് എഞ്ചിനീയറിംഗും മെഡിക്കൽ പ്രവേശനത്തിനുമായി ഹാൾ ടിക്കറ്റ് ഇന്ന് പുറത്തിറങ്ങുന്നു. വിദ്യാർത്ഥികൾ അത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. കേരളത്തിൽ അടുത്ത ചില ദിവസങ്ങളിൽ കാലാവസ്ഥയിൽ മാറ്റം ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ചില ഇടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയും പ്രതീക്ഷിക്കപ്പെടുന്നു. അതേസമയം താപനിലയും ഉയരാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനിടെ സർക്കാർ ജീവനക്കാരുടെ മഹങ്ങായി ഭത്യത്തിന്റെ കുടിശ്ശിക സംബന്ധിച്ച കേസ് ഏപ്രിൽ 8 മാറ്റിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ അടുത്ത ഘട്ടത്തിലുള്ള വിധി പ്രതീക്ഷിച്ച് ജീവനക്കാർ കാത്തിരിക്കുകയാണ്. കൂടുതൽ പ്രധാന വിവരങ്ങൾക്ക് ഞങ്ങളോടൊപ്പം തുടരുക.